ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങൾ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊറോട്ട ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോയോളം ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 125 ml ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളയും എടുത്തിട്ടുണ്ട്, ഉണ്ണി എടുത്തിട്ടുണ്ട്, എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റും മയവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പാലും മുട്ടയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ പകുതിയോളം നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കിച്ചൻ്റെ സ്ലാബിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടുകയില്ല. നന്നായിട്ട് നല്ല സുഖത്തിന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. ഇനിയും ഞാനൊരു 5 മിനിറ്റോളം ഇവിടെ കുഴച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 1 മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ അരമണിക്കൂറാണെങ്കിലും വെച്ചാൽ മതി. പക്ഷേ നമുക്ക് 1 മണിക്കൂർ വെക്കുമ്പം ഒന്നും കൂടി നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും, നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഒന്നും കൂടി ഇത് കിച്ചൻ്റെ സ്ലാബിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുഴച്ചിട്ട് ഇങ്ങനെ നീളത്തിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പൊറോട്ടയ്ക്ക് ആവശ്യത്തിന് ഉള്ള മാവ് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് അത് ഉള്ളിലോട്ട് ആക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത ഒരു പൊറോട്ടയ്ക്കുള്ളത് നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ട് നമുക്ക് അതും വയ്ക്കാം. അടുത്തത് ഇങ്ങനെ എടുത്ത് നമുക്ക് വീണ്ടും ഈ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ മാവും ഞാനിങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിൽ നമുക്ക് ഒരുണ്ട എടുക്കാം. ഈ കൈ വെച്ച് നന്നായിട്ട് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ഇതിങ്ങനെ പരത്തി കൊടുക്കണം. അല്പം എണ്ണയും കൂടി ചേർക്കണം. ഇതിന് അല്പം എണ്ണ ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പൊറോട്ട ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പം അല്പം എണ്ണ കൂടുതൽ ഒരു ദിവസം കഴിച്ചെന്ന് വെച്ച് ഇപ്പോൾ ആരോഗ്യത്തിനൊന്നും കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് മാക്സിമം നന്നായിട്ടിത് പരത്തി കൊടുക്കാം. നൈസായിട്ട് കിട്ടുന്ന രീതിയിൽ മാക്സിമം നമുക്കിങ്ങനെ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ സാരിയുടെ ഞൊറിവൊക്കെ ഞൊറിഞ്ഞൊടുക്കുകയില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ വെക്കണം. അപ്പോൾ എല്ലാം ഞാനങ്ങനെ ചെയ്തു. ഇനി നമ്മുടെ 4 വിരൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കണം. ലാസ്റ്റ് അത് ഉള്ളിലോട്ട് കയറ്റി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമ്മൾ അടുത്ത ഒരു ഉണ്ടയും എടുത്തിട്ട് നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് കൈ വെച്ച് മാക്സിമം നമുക്കിത് പരത്തി കൊടുക്കണം. നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കോലെടുത്തിട്ട് നന്നായിട്ട് മാക്സിമം ഇതിങ്ങനെ പരത്തി കൊടുക്കണം.
ഇനി നമുക്ക് സാരിയുടെ ഞൊറിവൊക്കെ മടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിരൽ ചുറ്റിയിട്ട് ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് ഉള്ളിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. എല്ലാം ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ പൊറോട്ട ചുടാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പൊറോട്ടയുടെ വലിപ്പം വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുടാനായിട്ട് ദോശക്കല്ലിലോട്ട് ഇടാം. പൊറോട്ടയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നമുക്ക് വെന്ത് കിട്ടുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാം. ഒരു പൊറോട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്ത പൊറോട്ട ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ പൊറോട്ടയും ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മൾ എല്ലാ പൊറോട്ടയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ 3/4 കിലോ ഗോതമ്പ് പൊടിക്ക് 17 പൊറോട്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് പയ്യെ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെയറിൽ നല്ല പൊറോട്ടയുടെ ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും. ഗോതമ്പ് പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ലെയറായിട്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.